long time. കുറേ നാളെ കണ്ടിട്ടുണ്ട്. ഒട്ടും പ്രതീക്ഷയില്ല അലക്സ് ഫ്രീ ആയിരിക്കും ഈ സമയത്ത്. അന്നത്തെ നമ്മുടെ ഇവിടുത്തെ ഷോ നിങ്ങളുടെ ഓൾമോസ്റ്റ് 30 നാളെ കണ്ടിട്ട് എൻ്റെ ഇടയ്ക്ക് വന്നിരുന്നു പറഞ്ഞു, ഇവിടെ റെസ്റ്റോറൻറ്റിൽ വന്നിരുന്നു പറഞ്ഞു. നമ്മുടെ ഗ്രൂപ്പൊക്കെ ഉണ്ടായി, നമ്മൾ അത്യാവശ്യം ഫുഡീസിൽ കൂടെ കുറച്ച് വാട്സ്ആപ്പ് ഗ്രൂപ്പ് എന്തുകൊണ്ട് കുറച്ച് നമ്മൾ അറിയുന്നുണ്ട് എന്തൊക്കെ നടക്കുന്നത്. അത്ര വലിയ ഗ്രൂപ്പല്ലേ, വേണ്ടത്തൊരു ഫുഡീസ് ഗ്രൂപ്പ് ഉണ്ട്. ഒത്തിരി എന്താണ് ഫുഡ് എക്സ്പേർട്സും. You are the people who are promoting our foodies that we have to be there. അത് നമ്മുടെ ഒരു പ്രൊഫഷണലിലേക്കുള്ള ഒരു പാഷനാണല്ലോ. പിന്നെ വീട്ടിലെന്തൊക്കെയുണ്ട് വിശേഷം? അങ്ങനെ പോകുന്നു. എന്താ നിങ്ങളുടെ വീട്ടിലൊന്ന് കുക്ക് ചെയ്യാന്ന് പറഞ്ഞൊരു എന്താണ് എക്സൈറ്റഡ് ടു ബി there. വെൽക്കം ആൻഡ് we are so happy about it. നിങ്ങളുടെ വീട്ടിൽ എന്തുകൊണ്ടോ അതൊന്നും ഉണ്ടാക്കും. അപ്പോൾ നിങ്ങൾ ഇന്ന് എന്തെങ്കിലും പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. രാവിലെ we had chapati and all, so മതി, അത് വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രിഡ്ജിൽ എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ. അത്രയും ഫുഡീസ് ആയിട്ടുള്ള നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കരുതി വെക്കായിരിക്കുമല്ലോ. പിന്നെ ആകെ വെച്ചിട്ട് നമുക്ക് നല്ലൊരു മീൽ, സ്നാക്കി മീൽ അല്ലെങ്കിൽ ഒരു മീൽ ചെയ്യാം. പെട്ടെന്ന് ചെയ്യാം, അധികം സമയം എടുത്ത് പെട്ടെന്ന് 10 അരമണിക്കൂർ 20 മിനിറ്റ് കൊണ്ട് അസംബിൾ ചെയ്യാൻ പറ്റും. ചെറിയൊരു സ്നാക്കി അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ളതാണെങ്കിലും കുഴപ്പമില്ല. ആദ്യം നിങ്ങളുടെ ഫ്രിഡ്ജിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ഉണ്ട്, എല്ലാം വാങ്ങിച്ച് ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. കാരണം എന്താണ്, ഇവിടെ വരുന്ന ആൾക്കാരുടെ വീട്ടിൽ അവരെങ്ങനെയാണ് കുക്ക് ചെയ്യുന്നില്ല, അവർക്കൊരു മീൽ അവരുടെ വീട്ടിൽ പോയി ചെയ്യാന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് ഫീലിംഗ് ഓൾട്ടുകൾ. അവർക്ക് ഇവിടെ വന്ന് ഡൈൻ ചെയ്തിട്ട് പോകാം, പക്ഷേ അവർ നമ്മൾ കൊടുക്കുന്ന കഴിക്കും. അവരുടെ വീട്ടിൽ അവരുടെ പെർമിസസിൽ അവരുടെ വീട്ടിൽ പോയി ചെയ്യാന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് ഫീലിംഗ് ഓൾട്ടുകൾ ആണ്. ഈ ഷോയുടെ ഏറ്റവും വലിയൊരു എന്താണ് പറഞ്ഞാൽ ഒരു യുണീക്ക് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ അവരുടെ ഗസ്റ്റിൻ്റെ വീട്ടിൽ ചെന്ന് കുക്ക് ചെയ്യുന്നത്. ട്രിവാൻഡ്രത്ത് നമ്മൾ ഒത്തിരി ആൾക്കാരുടെ വീട്ടിൽ പോയിട്ടുണ്ട്. സോ ഇറ്റ്സ് എ ഗ്രേറ്റ് ഫീലിംഗ് ടു ബി ഗോയിങ് ടു ദ ഗസ്റ്റ് ഹൗസ് ആൻഡ് കുക്കിംഗ് ഫുഡ്. So I'm also lucky to come to your house, especially. We are very much lucky. So നമുക്ക് പോവാം. സമയം കളയണ്ട. നിങ്ങളുടെ വീട്ടിൽ എന്താണ് എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ഫ്രിഡ്ജുകളിൽ ഇരിക്കുന്നത് എനിക്ക് അറിയാൻ ആകാംക്ഷയുണ്ട്. പോകുന്ന വഴിക്ക് ഞാൻ ചോദിക്കും എന്തൊക്കെയുണ്ട്, പ്ലാൻ ചെയ്യാമല്ലോ. പിന്നെ എനിക്ക് 2 ഹെൽപ്പർ ഓൾറെഡി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ലെറ്റ്സ് മൂവ്. പച്ചപ്പിലേക്കാണ് ബാൽക്കണി. വലിയ വലിയ ഹോട്ടലുകാർക്ക് നമ്മുടെ കൊച്ചു വീട് ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു അടുക്കളയും 10ാം നിലയിൽ താമസിക്കാന്ന് പറഞ്ഞ വലിയ കാര്യം. നല്ല പ്രകൃതി രമണീയമായ ട്രിവാൻഡ്രം ഡെയിലി കണ്ടുകൊണ്ടുവരാം, മലകൾ. അപ്പോൾ ഇത് ചെറിയൊരു ഗിഫ്റ്റ് ഞങ്ങൾ വന്നതിൻ്റെ ഭാഗമായിട്ട് കിച്ചൺ ട്രഷേഴ്സിൻ്റെ ഭാഗം ചെറിയൊരു ഗിഫ്റ്റാണ്. അവരുടെ മസാല സാധനങ്ങളൊക്കെ ഉണ്ട്, അപ്പം കുക്കിങ്ങിന് ഉപയോഗിക്കാമല്ലോ എന്തായാലും. അപ്പം നിങ്ങളുടെ കിച്ചണിലേക്ക് കയറാനുള്ള സമയമായി. ഓക്കെ, പോവാം. കിച്ചണിലേക്കാണ് നമ്മളിതാ എത്തിയിരിക്കുന്നത്. ഇവിടെ നമ്മളെ കാത്ത് കൊച്ചു കിച്ചൺ എളുപ്പം, വലിയ കിച്ചണാകുമ്പോൾ ഓടി നടക്കണമല്ലോ, കുറച്ച് ഓടിയാൽ പോരെ. ഫ്രിഡ്ജുണ്ട്. പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ആദ്യം ഫ്രിഡ്ജൊക്കെ നോക്കിയിട്ട് വേണം ഡിസൈഡ് ചെയ്യാനായിട്ട്. പാനും സാധനങ്ങളൊക്കെ ഒരു അത്യാവശ്യമുണ്ട്. മതി, അത്യാവശ്യമുള്ള സാധനം മാത്രം മതി. അപ്പോൾ ഫ്രിഡ്ജ് നോക്കിയിട്ട് എന്തൊക്കെയാണ് ഉള്ളതെന്ന് പേടിക്കരുത്. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആന തൊട്ട് എലി വരെയുണ്ട്. അപ്പം എന്താ നിങ്ങൾ തന്ന സാധനങ്ങളൊക്കെ കണ്ടിട്ട് ഞാൻ എങ്ങനെ പ്ലാനിങ് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്ന കൂടെ ആലോചിക്കും. പ്ലാനിങ് കഴിഞ്ഞ് എക്സിക്യൂഷനാണ് ആദ്യം ഇവിടെ നിന്ന് തുടങ്ങുന്നുള്ളതാണ്. സാർ നിങ്ങളെങ്ങനെ വെളിയിൽ പോയി എന്താ ഏത് ഫുഡൊക്കെയാണ് കഴിക്കാറുള്ളത്? നാടനാണോ? നമ്മുടെ കേരള ഡിഷസ്, പിന്നെ നോർത്ത് ഇന്ത്യൻ ഡിഷസ് ഉണ്ട്, പിന്നെ ഈ പറഞ്ഞ ചൈനീസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമുക്ക് ആ രീതി തന്നെ പോകാം. പക്ഷേ കുറച്ച് നാടനൊക്കെ വിട്ടിട്ട് എന്നാൽ നാടൻ ഫ്ലേവറും വെച്ച് കുറച്ചൊരു യൂറോപ്യൻ ടച്ച് ഒക്കെ കൊടുത്തു. കാരണം ഈ റോസ്മേരിയും തൈമൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരല്ലേ. അപ്പം ആ രീതിയിൽ കുറച്ചൊരു മിക്സ് ചെയ്ത് ഒരു ഫ്യൂഷനായിട്ടും അത്യാവശ്യം ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ഫ്ലേവർഫുള്ളായിട്ട് ചെയ്യാൻ വിചാരിക്കും. അപ്പം ഞാൻ പറഞ്ഞ ഒരു മാംഗോ കൊണ്ടൊരു സാലഡ്, അത്യാവശ്യം ഒരു എന്താണ് തായ് ടച്ച് കിട്ടാൻ വേണ്ടി. സാറിന് തായ് പപ്പായ സാലഡാണ് ഏറ്റവും ഫേമസ്. അപ്പം ഇതൊരു കൂടുതൽ പറയാത്തതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പതുക്കെ പറഞ്ഞു തുടങ്ങിയല്ലേ ഉള്ളൂ. ആന വരെ പിന്നെ കുഴപ്പമില്ല, നമുക്ക് അങ്ങനെ ആൾക്കാരുടെ ഏറ്റവും ഇഷ്ടം. തായ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സിസ്ലർ. അപ്പം ഒരു തായ് ഫ്ലേവറുള്ള ഒരു അത്യാവശ്യം എരിയും പുളിയും മധുരവും ഒക്കെ മിക്സ് ചെയ്ത് നല്ലൊരു പപ്പായ സാലഡ്. ഫിഷ് പറഞ്ഞ പോലെ ഒരു ഫിഷിൻ്റെ ഒരു ഗ്രില്ല്, അതിൽ കുറച്ച് ഹെർബ്സ് ഒക്കെ ഉപയോഗിച്ച്. ബ്രെഡ് ഉണ്ടെന്ന് പറയുമ്പോൾ ബ്രെഡ് വെച്ചൊരു ക്രസ്റ്റ് ലൈറ്റായിട്ട് കൊടുത്തപ്പോൾ ഒരു ചെറിയൊരു മൊരുവും എന്നാൽ വളരെ ലൈറ്റ്, അധികം സ്പൈസിയോ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ എന്നൊരു ഫ്ലേവർഫുൾ ആയിട്ടുള്ളൊരു ഗ്രില്ല്. കാരണം ഞങ്ങൾ ഇപ്പം റിട്ടേൺ വരികയാണെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഞങ്ങൾ മെനുവിലുണ്ട്. അവിടെ എന്താണ് എല്ലാ ക്യുസീനും നമ്മൾ തുല്യ ഇമ്പോർട്ടൻസ്, ബുഫേ ആയിക്കോട്ടെ അലക്കാട്ട് ആയിക്കോട്ടെ ആര് വന്നാലും നിങ്ങൾക്ക് ടേസ്റ്റ് ഔട്ടില്ലല്ലേ. അപ്പം അറിയാം ആ ഒരു മിക്സ് ഓഫ് ഓൾ ക്യുസീൻസ് ഉണ്ട് റിട്ടേൺ ഗാർഡനിൽ വരുമ്പോഴേക്കും. അപ്പം അവിടുത്തെ ചില ഫ്ലേവറുകളും അവിടുത്തെ ചില കോമ്പിനേഷനും നിങ്ങൾക്ക് എന്താണ് ഇവിടെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ വിചാരിച്ചു. പിന്നെ ചപ്പാത്തി, രാവിലത്തെ ചപ്പാത്തി ഇരിക്കണമെന്ന് പറയും. അപ്പോൾ അത് വെച്ചൊരു സൈഡ് ഡിഷ്
ചെയ്യാം. അപ്പോൾ മോളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്കൊക്കെ ചെയ്യാൻ പറ്റിയൊരു സൈഡ് ഡിഷാണ്. അപ്പോൾ ചപ്പാത്തീനെ നമുക്ക് ഇനി ഒഴിവാക്കേണ്ട ആവശ്യം, ചപ്പാത്തീനെയും ഉൾക്കൊണ്ടൊരു സൈഡ് ഡിഷ് യൂസ് ചെയ്യാന്നുള്ളത്. സാറിന് നമുക്ക് ഏറ്റവും എളുപ്പം യൂസ് ചെയ്യാൻ റാപ്പായിട്ടെന്ന് പറയും. ഇത് കുറച്ച് നമ്മളൊരു എന്താണ് റീക്രിയേറ്റ് ചെയ്ത് അതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് ചെയ്യാം. വെജ് ആണെങ്കിൽ നോൺ വെജ് ആയിട്ടോ എങ്ങനെയാണ് നമുക്ക് ചെയ്യാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ ഹെൽപ്പേഴ്സ് റെഡിയാണ്. കഴിക്കാൻ ആളുണ്ട്, സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ട്. സാറിന് ഔട്ട് സ്റ്റേഷനൊക്കെ പോകുമ്പോൾ അങ്ങനെയാണ് റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കാൻ പരിപാടി അല്ലേ? ഉണ്ട്. അപ്പം ഫുഡിനെ പറ്റി നല്ലൊരു എന്താണ് ഫീഡ്ബാക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ആളാണ്. നമുക്ക് ആ ഡ്രസ്സിങ്ങിനുള്ള ഉണ്ടാകും. ആ ഇടികൽ ഒന്ന് തരികയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്നുള്ള ഒരു ഭാഗ്യമാണ്. കാരണം ഇപ്പോൾ എല്ലാം നമ്മളിന്നിപ്പം തന്നെ 2 രീതിയിൽ ഉപയോഗിക്കാൻ പോകുന്നുണ്ട്. ഇടികല്ലും ഉപയോഗിക്കുന്നുണ്ട്, നമ്മൾ മിക്സിയും ഉപയോഗിക്കുന്നു. 2 എക്സ്ട്രീമിലുള്ള കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം ഈ പപ്പായ സാലഡിന് എന്താണ് നമ്മുടെ ഒരു ചെറിയൊരു എന്താ പറഞ്ഞൊരു സ്പൈസി ഫീലിംഗ് ഉണ്ട്. ഇപ്പം ജാഗരി നമ്മൾ തായ് പപ്പായ സാലഡ് എന്നാണ് പറയുന്നത്. തായ് പപ്പായ സാലഡ്. ജിഞ്ചർ ലൈറ്റായിട്ടൊന്ന് ഞാൻ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തു. അലക്സിൻ്റെ ഇത് ഗാർലിക് ഒരു 2 ചില്ലി. ഇത് അത്യാവശ്യം സ്പൈസി ആയിരിക്കും, മുമ്പ് പറഞ്ഞ പോലെ. ഏറ്റവും ബെസ്റ്റ് ബേർഡ് ചില്ലിയാണ്. നമ്മളിപ്പം തായിലൊക്കെ പോയി കഴിഞ്ഞാൽ ബേർഡ് ചില്ലിയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. നമ്മുടെ കാന്താരി മുളക് ആണ് ഉപയോഗിക്കുന്നത്. കൊളസ്ട്രോളൊക്കെ കുറയ്ക്കാൻ ഏറ്റവും ബെസ്റ്റ് എന്നാണ് ഇപ്പം പറയപ്പെടുന്നത്. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഒരു ചെറിയ ഉള്ളി, ഒരു അണിയൻ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഉള്ളി.